أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ ബഖറയിലെ 216 ആയത്താണ് നിങ്ങൾ കേട്ടത്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ചിലവാക്കേണ്ടത് എന്താണെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, നല്ല ധനത്തിൽ നിന്ന് നിങ്ങൾ ചിലവാക്കുന്നതെന്തോ അത് പ്രധാനമായും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ഏതൊരു നല്ല കാര്യം ചെയ്യുന്നുവോ അതിനെ സംബന്ധിച്ച് നിശ്ചയമായും അള്ളാഹു നല്ലപോലെ അറിയുന്നവനാണ്. ഇതിൻ്റെ തഫ്സീറിൽ ഹസ്രത്ത് ഹരീഫ് മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അതായത് ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ അള്ളാഹു പറയുകയുണ്ടായി, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളിലും നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള സമൂഹത്തിലും സ്വത്തിനും ജീവനും ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ത്യാഗങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പറയുന്നത് ഇത് തന്നെയാണ് അവരുടെ ഈ ത്യാഗങ്ങൾ, അല്ലെങ്കിൽ അവർ ആ ബുദ്ധിമുട്ടിയത് തന്നെയാണ് അവരുടെ സാമൂഹികമായ പുരോഗതിക്ക് ഉള്ള കാരണമായി തീർന്നത്. മസ്സത്തുഹുമുൽ ബഅസാഉ വല്ലറാഉ എന്ന വാക്കുകളിൽ നിന്നും ഇത് വ്യക്തമാണ്. സ്വഹാബാക്കൾ ഇക്കാര്യം കേട്ടപ്പോൾ അവരുടെ മനസ്സിലും ത്യാഗങ്ങൾ ചെയ്യാനുള്ള അതിയായ ആഗ്രഹം ജനിച്ചു. ആത്മീയ പുരോഗതി കൈവരിക്കുന്നതിനായി അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഒരു ജനതയുടെ പുരോഗതിക്ക് സാമ്പത്തിക ത്യാഗങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത്? അതാണ് ഇവിടെ ചോദിച്ചത്. അതായത് സ്നേഹത്തിൻ്റെ ഈ പോരാട്ട വീതിയിൽ മറ്റാരേക്കാളും പിന്നിലാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല, ഏതുവിധ ത്യാഗത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന്. പിന്നെ ഇത് പറഞ്ഞ ശേഷം ഹുസൂർ പറയുന്നത്, ഈ വചനത്തെക്കുറിച്ച് സാധാരണയായി ഉയരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഇതാണ്. അതായത് ആ ചോദ്യം, അതായത് ഇതിൽ ഈ പറയുന്നതിൽ, ഈ ആയത്തിൽ ചോദ്യം ഒന്നിനെക്കുറിച്ചും ഉത്തരം മറ്റൊന്നുമാണ്. അതായത് ചോദ്യം ഞങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടത് എന്നാണ്. അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് നിങ്ങൾ ചെലവഴിക്കുന്ന നല്ല വസ്തുക്കൾ ഇന്ന ആളുകൾക്ക്, അതായത് മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക് തുടങ്ങിയവർക്ക് നൽകുക എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദ്യം ഒന്ന് മറ്റൊന്നുമാണ് എന്ന്, ഉത്തരം മറ്റൊന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇതിനെ ആക്ഷേപിക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഹുസൂർ ഇതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത്, സത്യത്തിൽ ചിന്താശേഷിയുടെ കുറവ് മൂലമാണ് ഇത്തരത്തിലൊരു ആക്ഷേപം തന്നെ ഉണ്ടാകുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആ വചനത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നല്ലത് എന്താണോ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ലത് എന്താണോ ചെലവഴിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് നൽകാൻ സാധിക്കുന്ന ഉത്തമമായ ഏത് വസ്തുവും ഇതിൽപ്പെട്ടു. പറയുന്നു, ഒന്നാമതായി ചെലവഴിക്കുന്നതിന് പ്രത്യേക പരിധികളൊന്നുമില്ല. ഒരാൾക്ക് എത്രത്തോളം തൗഫീക്ക് ലഭിക്കുന്നുവോ അത്രയും ചെലവഴിക്കാം. രണ്ടാമതായി, നിങ്ങൾ ചെലവഴിക്കുന്നത് ഹലാലായ മുതലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ പറയുകയാണ്, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുകയും അത് ദൈവവഴിയിൽ ചെലവഴിക്കുകയും ചെയ്തിട്ട് തങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവെന്ന് കരുതുകയും ചെയ്യുന്നവർ തെറ്റായ പാതയിലാണ്. അള്ളാഹു പരിശുദ്ധമായ സമ്പത്ത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഹുസൂർ പറയുന്നു. മറ്റൊന്നത്, മൂന്നാമതായി പറയുന്നത്, വെറും ഹലാലായത് മാത്രമല്ല, അനുവദനീയമായ മാർഗത്തിലൂടെ സമ്പാദിച്ചത് എന്നുള്ളത് മാത്രമല്ല, അനുവദനീയമായത് മാത്രമല്ല, അത് ത്വയ്യിബ്, ഉത്തമം കൂടിയായിരിക്കണം, ഉത്തമമായ പരിശുദ്ധമായിരിക്കണം. അതായത് ആർക്കാണോ ആ സമ്പത്ത് നൽകുന്നത്
അയാൾക്കത് സ്വീകരിക്കാൻ പ്രയാസമോ മടിയോ തോന്നാത്ത വിധം അത് ഉത്തമമായിരിക്കണം എന്നാണ് ഹുസൂർ പറയുന്നത്. അപ്പോൾ മാത്രമാണ് ഇത് ഈ ചെലവഴിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടാവുകയുള്ളൂ. അതായത് അത് ഹലാലായിരിക്കണം, അതുപോലെ തന്നെ ത്വയ്യിബുമായിരിക്കണം, പരിശുദ്ധവുമായിരിക്കണം. അതിനുള്ള ഉദാഹരണങ്ങളൊക്കെ ഹുസൂർ പിന്നീട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.